أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള വേദിയിൽ ഉപവിഷ്ടരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ബഹുമാനപ്പെട്ട മഞ്ഞനാടി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ, ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായ സഹോദര സഹോദരികൾ, ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വന്ന് നമുക്ക് ഉപദേശവും അതേപോലെ തന്നെ ദുആവും ഇവിടെ നടത്തുകയാണ്. ഇതുവരെ അസർ മുതൽ റാത്തീബും പണ്ഡിതന്മാര് പല ഉപദേശങ്ങളുമൊക്കെ ചെയ്തു തന്ന് നിങ്ങൾ കേട്ടിരിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള അവസരവും അല്ല ഇത് എന്ന് അറിയുന്നത് കൊണ്ട് മഹത്തായ മാസം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ മാസം, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ റബീഉൽ ആഖിർ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് കൊണ്ട് അവിടുന്ന് ആ വഫാത്തിൻ്റെ പ്രമാണിച്ച് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നാം റാത്തീബും പരിപാടിയുമൊക്കെ നടത്തുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജുമാദുൽ ഊല, ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങളുടെ മാസം, ഈ മഹത്തായ പള്ളി മദ്രസ, ഇതിൻ്റെ പേര് തന്നെ റിഫാഇ മദ്രസ എന്നാണ്. അപ്പോൾ പൂർവകാലത്ത് മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ പേരുകൾ അവരുടെ മക്കൾക്ക് ഉണ്ടാകണം എന്ന നിർബന്ധമുള്ളവരുണ്ടായിരുന്നു. ഇന്നും പല ആൾക്കാർ സ്വാലിഹീങ്ങളുടെ പേരുകൾ മക്കൾക്ക് ഇടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വാലിഹീങ്ങളുടെ പേരുകൾ മക്കൾക്ക് ഉണ്ടാകുമ്പോൾ ആ പേര് ഇടുന്ന സമയത്ത് ഏതൊരു സ്വാലിഹിനെയാണോ ഓർത്ത് ആ പേരിടുന്നത്, അതിൻ്റെ ബറക്കത്ത് അവരിൽ കാണുമെന്നും പണ്ഡിതന്മാര് പറയുന്നതായിട്ട് കാണാം. ഇതേപോലെ പള്ളികളിലേക്കും മദ്രസയിലേക്കും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മഹത്തുക്കളുടെ പേരുകൾ പൂർവകാലത്ത് തന്നെ വെക്കുന്ന സമ്പ്രദായമുണ്ട്. അത് തന്നെയാണ്
നമ്മളെ മോർലത്ത് ഇവിടുത്തെ നല്ലവരായ പൂർവികന്മാര് ആ പേര് വെച്ചത്. ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങള് ആ മഹാനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇവിടുത്തെ നല്ലവരായ ആൾക്കാർ ഈ 27 കൊല്ലക്കാലം, നേരത്തെ നമ്മളുടെ സ്വാഗത പ്രാസംഗികൻ KMK മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും ഇപ്പരിപാടി ശുഷ്കിച്ചുകൊണ്ട് ശോഷിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ അത് ചെറിയ ഒരു സ്ഥലമാണെങ്കിലും അതിനെ നിലനിർത്തിപ്പോരുന്ന ഒരവസ്ഥയാണുള്ളത്. അതിൻ്റെ ബറക്കത്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 സെന്റ് സ്ഥലം വാങ്ങി, 9-9.5 സ്ഥലം വാങ്ങി അതിൻ്റെ ഭാവി പരിപാടികൾ, അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നല്ല നിലക്ക് തുടങ്ങപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആഖിബത്ത് നന്നായി കാണാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങൾ അത് സയ്യിദാണ്, തങ്ങൾ കുടുംബമാണ്. ഉമ്മാന്റെ ഭാഗത്തിൽ കൂടിയും ഉപ്പാന്റെ ഭാഗത്തിൽ കൂടിയും 2 ഭാഗത്തിൽ കൂടിയും സയ്യിദാണ്. ജീവിത പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങളെ കുറിച്ച് പല മഹാന്മാരായ ഔലിയാക്കളും അവിടുന്ന് അറിയിപ്പ് കൊടുത്തതായിട്ട് കാണാം. ബഹുമാനപ്പെട്ടവര് ശൈഖവറുകളുടെ ഉമ്മ ബഹുമാനപ്പെട്ടവരെ ഗർഭം ചുമന്ന സമയത്ത് ഒരിക്കല് അവരുടെ മാതാവ് ഷെയ്ഖ് അബൂ മുഹമ്മദ് ശംബഖി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കാണാൻ ചെന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ മുഹമ്മദ് ശംബഖി റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങളുടെ ഉമ്മയും കുടുംബക്കാരാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് അബൂ മുഹമ്മദ് ഇബ്നു ശംബഖി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങളുടെ ഉമ്മാനെ കണ്ടപ്പോ അവിടുന്ന് എഴുന്നേറ്റു നിന്ന് പോയി. പിന്നെയും പല പ്രാവശ്യങ്ങൾ ഇതേ പരിപാടി ആവർത്തിക്കുകയാണ്. പല പ്രാവശ്യവും എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു. എന്നാ ഈ സംഭവത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവരോട് മറ്റുള്ളവര് ചോദിക്കുകയാണ്, തങ്ങളെ എന്തിനാണ് നിങ്ങള് ആ ബഹുമാനപ്പെട്ട ആ പെണ്ണുങ്ങളെ കാണുമ്പോ നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങളൊരു വലിയ മഹാനല്ലേ, നിങ്ങളൊരു ശൈഖല്ലേ, എന്തേ ആ പെണ്ണുങ്ങളെ കാണുമ്പോ നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണ്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് ശംബഖി തങ്ങൾ പറയുകയാണ്, ഓ ജനങ്ങളെ, അന അഖൂമു ഇജ്ലാലൽ ലിൽ ജനീനില്ലദീ ഫീ ബത്നിഹാ ഫഇന്നഹു അഹദുൽ മുഖറബീന ഇലല്ലാഹി അസ്സ വജൽ.
ഓ ജനങ്ങളെ, ഞാൻ എഴുന്നേറ്റ് നിന്നത് ആ പെണ്ണുങ്ങളെ മാത്രം ബഹുമാനിച്ചിട്ടല്ല. ആ പെണ്ണുങ്ങളുടെ പള്ളയിൽ ഒരു കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടി അവിടുന്ന് കുതുബീങ്ങളിൽപ്പെട്ട കുട്ടിയാണ്. ഔലിയാക്കളുടെ നേതാവാണ്. ആ കുട്ടിനെ അവിടുന്ന് പള്ളയിൽ ഞാൻ കാണുകയാണ്. കുട്ടിനെ ബഹുമാനിച്ചിട്ട് ഞാൻ നിന്ന് പോയതാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുർ റിഫാഈ തങ്ങള് അവിടുന്ന് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആദരവ് കിട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ബഹുമാനപ്പെട്ട അശ്ശൈഖ് മൻസൂറുൽ ബത്താഇ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അവിടുന്ന് പറഞ്ഞു, യാ മൻസൂർ, 40 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സഹോദരിയില്ലേ, നിങ്ങളുടെ പെങ്ങളില്ലേ, ആ പെങ്ങൾക്ക് ഒരു കുട്ടി പിറക്കാൻ വേണ്ടി പോവുകയാണ്. ആ കുട്ടിയുടെ പേര് അഹ്മദുർ റിഫാഈ. അതാണ് പ്രസവിക്കുന്നതെനിക്ക് കുറെ മുമ്പ് തന്നെ ഉമ്മ ചോദിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തില് ഗുണമുള്ള തായാറിതരെന്ന് കേട്ടോവർ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാറാഹ്മദ് കബീറെന്ന് ചൊന്നോവർ. സ്കാനിങ് അന്നില്ല, അതേ എക്സ്റേ അന്ന് ഇല്ല. സ്കാനിങ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്, എത്രയോ മുമ്പല്ലേ. അവിടുന്ന് ചോദിക്കുകയാണ്, ഒന്ന് കുട്ടിനെ മനസ്സിലാകണല്ലോ. ഉമ്മക്ക് ആഗ്രഹമാണ്. ഉമ്മ ചോദിച്ചു പോയി, മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാറാഹ്മദ് കബീറെന്ന് ചൊന്നോവർ. അവിടുന്ന് സ്കാനിങ് നോക്കിയിട്ട് തീരുമാനിക്കണ്ട, ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കണ്ട. കുട്ടി അവിടുന്ന് വിളിച്ച് പറയുന്നു, ഉമ്മാ, കുട്ടി ആണാണ് കേട്ടോ. കുട്ടിക്ക് ഇനി പേര് വെക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട ഉമ്മാ, മകനാറാഹ്മദ് കബീറെന്ന് ചൊന്നോവർ. ആ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഈ തങ്ങള് അതാ ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ കറാമത്ത് കാണിച്ചു പോയി. വലത്തെ കയ്യതാ നെഞ്ഞിൽ വെച്ച് ഇറങ്ങുന്നു, ഇടത്തെ കൈ ഗുഹ്യസ്ഥാനത്ത് മറച്ചു വെക്കുന്നു. ഗുഹ്യസ്ഥാനത്തെ ഇടത്തെ കൈ കൊണ്ട് മറച്ചു വെക്കുന്നു. എന്തൊരത്ഭുതമാണ്! ബഹുമാനപ്പെട്ട റിഫാഈ ശൈഖ് തങ്ങള് മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഭാഗ്യമെന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റിഫാഈ ശൈഖ് തങ്ങളില്ലേ, അവിടുന്ന് ഒരു ദിവസം അതാ
ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ കൂടി നടന്നു പോകുമ്പോ ഒരു കുട്ടിയോട് ചോദിക്കുന്നു, നീ ആരെ മോനാണ്? നീ ആരുടെ മകനാണ്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളോട് അതാ ചോദിക്കുന്നു, എന്റെ പേരറിച്ചിട്ട് ഓ തങ്ങളെ, നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അതപ്പോഴാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങള് പറഞ്ഞു, അദ്ദബനി ബിഹാദൽ ഇബ്നി, മോനെ എനിക്ക് അദബ് പഠിപ്പിച്ചല്ലോ, ഈ മോനെ എനിക്ക് അദബ് പഠിപ്പിച്ചല്ലോ. അനാവശ്യ സംസാരത്തിലും അതേപോലെ തന്നെ മറ്റുള്ളതായ വേണ്ടാത്ത കാര്യത്തിലും ഇടപെടുന്നവർക്ക് പാഠമല്ലേ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങള് അതാ സംസാരം ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് വരുന്നു. വന്നിട്ട് 40 നാള് ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ഖദർ അലൈഹിസ്സലാം വരുന്നു. പക്ഷേ ഒരൊറ്റ വാക്ക് വരെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ മിണ്ടുന്നില്ല. അതാണ് പറഞ്ഞത്, 40 നാൾ അവർ മുന്നിൽ ഖീദർ വന്ന് നവാൽ ഓരോ ഭാഷം ചൊല്ലില്ല എന്നോവർ. അപ്പോൾ ഖീദർ ചൊല്ലി, ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഹദറത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം തങ്ങൾ വന്നിട്ട് വരെ അവിടുന്ന് സംസാരിക്കുന്നില്ല. അവിടെ നിന്നാണ് ഇത് പഠിച്ചത്. ബഹുമാനപ്പെട്ട ഖദർ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് അവിടുന്ന് പഠിച്ച് 7-ാം വയസ്സിൽ അതാ ഖുർആൻ മനപ്പാഠമാക്കുകയാണ്. അങ്ങനെ പല നിലക്കുള്ള ഫിഖ്ഹുകളും അതേപോലെ തന്നെ കർമ്മശാസ്ത്രവും അതേപോലെ തന്നെ തർക്കശാസ്ത്രവും ഇൽമു തഫ്സീറും ഇൽമുൽ ഹദീസും എല്ലാം പഠിച്ച് സുബ്ഹാനല്ലാഹ് അബുൽ ഇൽമൈനി എന്നുള്ള സ്ഥാനപ്പേര് കിട്ടുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് അത് 2 ഇൽമും അതിലേക്ക് പല അർത്ഥങ്ങളുമുണ്ട്. ലാഹിറു ശരീഅത്തും ബാത്തിനു ശബാത്തിനിയും ഇൽമുൽ ബാത്തിനും ഇൽമുൽ ലാഹിറും എല്ലാ അറിവും ബഹുമാനപ്പെട്ടവർക്ക് നൽകപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഇൽമുൽ അബുൽ ഇൽമൈനി എന്ന സ്ഥാനപ്പേര് വരെ ഉള്ള മഹാനാണ് ആ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങള്. സുബ്ഹാന ജല്ല ജലാലുഹു. ബഹുമാനപ്പെട്ട തന്റെ ശൈഖായ അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പോയിട്ട് കാണുകയാണ്. തന്റെ ശൈഖായ അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങളെ കാണുകയാണ്. കണ്ടപാട് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഔസിനി യാ ശൈഖി, ഔസിനി യാ ഉസ്താദി, ഉസ്താദേ ഒന്ന് വസിയ്യത്ത് ചെയ്തു തരണേ, ശൈഖ് അവർകളെ എനിക്കൊന്ന് എന്നെ ഒന്ന് ഉപദേശിക്കണേ. അവിടുന്ന് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് തന്റെ ഉസ്താദായ അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങൾ പറഞ്ഞു, മോനെ അഹ്മദേ,
ചില ഉപദേശങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു, അത് നീ സൂക്ഷിക്കണേ. മുൽത്തഫിത്തുൽ ആയസിൽ മുശക്കിക്കുൽ ആയുഫ്ലിഹ് വമൻ ലം യഅരിഫ് നഖ്സ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. മുശക്കിക്കുൽ ആയുഫ്ലിഹ് മുൽത്തഫിത്തുൽ ആയസിൽ തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കൂല. തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കൂല. വല്ലാത്ത അർത്ഥമാണിതിനിക്കുള്ളത്, വല്ലാത്ത അർത്ഥമാണിതിനിക്കുള്ളത്. അതായത് മശായിഖന്മാര് ശൈഖന്മാരെ പിടിച്ചുകൊണ്ട് അവിടുന്ന് ഹക്കായ ത്വരീഖത്തിൽ അവിടുന്ന് നിലനിൽക്കുന്നതായ മുരീദുകള്, അവര് അവിടുന്ന് തന്റെ ശൈഖിന്റെ കയ്യില്, ശൈഖിന്റെ മുന്നില് ഒരു മയ്യിത്ത് പോലെ, അതായത് ഒരു കുളിപ്പിക്കുന്ന ആളുടെ മുന്നിലുള്ള മയ്യിത്ത് പോലെ ആ ശൈഖിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആജ്ഞകളും അവിടുന്ന് നിറവേറ്റിക്കൊണ്ട് ജീവിക്കണം. മുൽത്തഫിത്തുൽ ആയസിൽ തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കൂല, എത്തൂല, സ്ഥാനത്തിലേക്ക് എത്തൂല. മറ്റൊരർത്ഥം മുൽത്തഫിത്തുൽ ആയസിൽ മുതഅല്ലിമീങ്ങള് അവര് പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവര് ചിന്തയും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവര് ശരിക്കും ഇൽമു പഠിച്ചു കൊള്ളണം. അതേപോലെ മുൽത്തഫിത്തുൽ ആയസിൽ കമ്മിറ്റിക്കാര് അവരുടെ പ്രവർത്തനങ്ങൾ മദ്രസ നടത്തുമ്പോ, അതേപോലെ പള്ളി നടത്തുന്ന സമയത്തും, അതേപോലെ തന്നെ ആ പള്ളിക്ക് വേണ്ടിയിട്ട് പല പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് അവർക്ക് പല നിലക്കുള്ള എതിർപ്പുകളും വന്നേക്കാം. അതൊന്നും തിരിഞ്ഞു നോക്കാതെ റബ്ബിനിക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മുൽത്തഫിത്തുൽ ആയസിൽ അതേ കമ്മിറ്റിന്റെ ഭാരവാഹികള്, മദ്രസ നടത്തുന്നവരും പള്ളി നടത്തുന്നവരും അവര് സ്റ്റേജിലും പേജിലും പേര് പറയാൻ വേണ്ടിയോ പേര് വരാൻ വേണ്ടിയോ ഒന്നും ആകരുത്. അവരുടെ പ്രവർത്തനങ്ങൾ തികച്ചും അല്ലാഹുവിനിക്ക് വേണ്ടിയാകണം. നമ്മുടെ ഈ പ്രവർത്തനം അവിടുന്ന് അല്ലാഹുവിലേക്ക് ചേരാനാണ് എന്നുള്ള ഉദ്ദേശമായിരിക്കണം. അതേപോലെ തന്നെ മദ്രസ പഠിപ്പിക്കുന്ന, ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദന്മാര് അവര് മദ്രസ പഠിപ്പിക്കുന്ന സമയത്തും ഇൽമു പഠിപ്പിക്കുന്ന സമയത്തും മറ്റൊന്നിലേക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആ ഇൽമു പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതേത് മുദർരിസാവട്ടെ, മുഅല്ലിമീങ്ങളാവട്ടെ, അതേ മറ്റുള്ള ചിന്തകൾ അവരിൽ വന്നു പോകരുത്. ശമ്പളത്തിന്റെ പ്രശ്നമോ കൈമടക്കോ കുറയുന്നതോ കൂടുന്നതോ ഒന്നും ഉസ്താദ് ചിന്തിച്ച് പോകാൻ പാടില്ല. വഅദ് പറയുന്ന ഉസ്താദാവട്ടെ അവിടുന്ന് കവർ ചെറുതായോ കവർ വലുതായോ ചിന്തിക്കാൻ പാടില്ല. മുൽത്തഫിത്തുൽ ആയസിൽ തിരിഞ്ഞു നോക്കുന്നവൻ ചേരുകയില്ല. അവിടുന്ന് എത്തേണ്ടത് അവൻ റബ്ബിനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യവും പറയട്ടെ. സ്കൂൾ പഠിക്കുന്ന, SLC പഠിക്കുന്ന കുട്ടികളില്ലേ, +2 PDC പഠിക്കുന്ന, PUC പഠിക്കുന്നവരില്ലേ, ഡിഗ്രി പഠിക്കുന്നവരില്ലേ, ഓ കുട്ടികളെ, പഠിക്കുന്ന സമയത്ത് മൊബൈലിൻ്റെയും വാട്സപ്പിൻ്റെയും അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും അങ്ങനെ പല കുണ്ടാമണ്ടികളില്ലേ, അതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾ സമയം കളയരുത്. അതേപോലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഓ എൻ്റെ സഹോദരിമാരെ, അതേ നിങ്ങളെ പെണ്ണുമക്കളെ നിങ്ങൾ കോളേജിലേക്ക് അയക്കാറില്ലേ, അതേ ഹൈസ്കൂളിലേക്ക് അയക്കാറില്ലേ,
സുബ്ഹാന ജല്ല ജലാലു പഠിക്കാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ അവർക്ക് പല നിലക്കുള്ളതായ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു. അതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി അവരോട് പറയണം. അല്ലാതെ സ്കൂളിന്റെ പേരും പറഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികളും ഹൈസ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികളും കോളേജിന്റെയും അതേപോലെ തന്നെ സ്കൂളിന്റെയും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കാട്ടിക്കൂട്ടുന്നതെന്താണ്? അതിലേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. അതിനെ സൂക്ഷിക്കേണ്ടത് എൻ്റെ രക്ഷിതാക്കളെ നിങ്ങളെ കടമയാണ്. അതിൻ്റെ സാന്ദർഭികമായിട്ട് ഉണർത്തട്ടെ. അതിൻ്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങൾ പറയുന്നു, മുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല മോനെ, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല മോനെ, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല മോനെ. എന്തിപ്പോ പറഞ്ഞു? എന്താ ഇത് പറഞ്ഞു? ഒരു സലാത്ത് ഞാൻ ഈ കണ്ണു ചിമ്മിട്ട് പറയുന്നു. ഇത് പണ്ടെന്നെ നമുക്ക് പറ്റാത്ത കാര്യം. ചെല്ലി شفاعة هب لنا في القيامة مشفقا واخلنا إن ضاع يا سيده خير النبي سيده خير النبي سيدي يا خير النبي الصلاة على النبي. ഇതിലിപ്പോ വിഷം മറന്ന സംശയിപ്പിക്കുന്ന ആള് വിജയിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഅദിനി വന്നതെന്തിനാണ്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ ആ മജ്ലിസിന്റെ അതിന്റെ പേരിൽ നടത്തപ്പെടുന്ന മജ്ലിസാണ്. അതിൽ കൂടണമെന്നുള്ള ഉദ്ദേശത്തിലല്ലേ. എന്റെ ചെറുപ്പക്കാരെ, മജ്ലിസ് വിട്ട് പുറത്തു പോയവനില്ലേ, മുൽതഫിത്തുല്ലായസിൽ, മജ്ലിസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊന്നും ഇത് ആവശ്യമില്ല എന്ന് തിരിഞ്ഞു പോകുന്നവനില്ലേ, അവൻ ഉദ്ദേശത്തിലേക്ക് എത്തൂല കേട്ടോ. അപ്പൊ എല്ലാരും എന്താക്കണം? ഞങ്ങൾക്ക് സാറില്ല, ഞാൻ നിങ്ങളെന്നാള് ബഹുമാനപ്പെട്ട തങ്ങ ഇപ്പൊ വരികയാണ്, മുത്തന്നൂര് തങ്ങൾ വരികയാണ്. തങ്ങ വരുമ്പോ ഇങ്ങനെ കാണിക്കരുത്. ആ ബാക്കിലുള്ള ആൾക്കാർ കുറച്ച് മുന്നിൽ വരിക, ഇതെന്തൊക്കെ എതിർന്നൊന്ന് ഫിള്ളാക്കുക, ആ ബാക്കൊന്ന് കാണണ്ട അങ്ങോട്ട്. മോശമല്ലേ? നമ്മൾ ഏതോ ദൂരത്തിന് വെച്ചിട്ട് എത്രയോ വലിയ സദസ്സിൽ കൂടുന്ന ബലിബലം അവരെ നമ്മൾ ഇതാക്കണ്ടേ, ബഹുമാനിക്കണ്ട, ആദരിക്കണ്ടേ? ഞമ്മ സാരല്ല, ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ഞാൻ അറിയാം. അതല്ല എൻ്റെ ഒരു ഇത്. അപ്പോൾ അവർ വരുമ്പോൾ ഇതാക്കണം, ഇതായി ആദരവോട് കൂടി ചെയ്യണം നമ്മളത്. ആ കസേര ഒന്ന് കാണണ്ട, ബാക്കിലുള്ള കസേര ഇരിക്കട്ടെ അവിടെ, അന്ന് ഫില്ല് പിന്നെ ആയിക്കൊണ്ട് വരാം. എതിരിലുള്ള ഒന്ന് ആ ഫില്ലാക്കിയാൽ അപ്പോൾ കസേര കാര്യം നിന്ന് ലൈവിലെ അടക്കെല്ലാം കാണുന്നുണ്ട്. നേരത്തെ തന്നെ കണ്ടവർ പറയുന്ന ആരുമില്ല ആ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അപ്പോ നമ്മൾ വന്നത് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ ആദരിച്ചിട്ടാണ്, അവരെ ബഹുമാനിച്ചിട്ടാണ്.
അപ്പൊ പിന്നെ എന്ത് ചെയ്യരുതാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കല്ല, സദസ്സിലാണ് വേണ്ടത്. മുൽത്തഫിത്തുല്ലായസിൽ, അവൻ തിരിഞ്ഞു നോക്കുന്ന ആളാ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തൂല. പല അർത്ഥമാണത്. അതാ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്. അവിടുന്ന് തരീഖത്തിന്റെ മശായിഖന്മാർ അവിടുന്ന് വന്നതാണ് ഇവർ എല്ലാ വിഷയത്തിലേക്കും വന്നത്. മുൽത്തഫിത്തുല്ലായസിൽ, തിരിഞ്ഞു നോക്കുന്ന ആളാ, അത് ഏത് കാര്യമാവട്ടെ, തിരിഞ്ഞു നോക്കുന്ന ആളാ അവൻ എന്തുല ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. രണ്ടാമത്തതാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് തന്റെ ശൈഖ് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം, മുശക്കിക്കുൽ ആയുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല മോനെ, സംശയിപ്പിക്കുന്ന ആള് വിജയിക്കൂല. ഇപ്പോ നേരത്തെ പറഞ്ഞ് എല്ലാ സ്ഥലത്തും ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത്, ദഫ്മുട്ടും റഫ് റാത്തീബും. നേരത്തെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അല്ല അല്ല ഇല്ല ഇല്ല എന്നെല്ലാം പറഞ്ഞല്ല കുറെ, അതെല്ലാം പറയുമ്പോ അപ്പോ കുറച്ചപ്പുറത്ത് നിന്നിട്ട് ചോദിക്കുന്നത് എന്ത് അല്ല, എന്ത് അല്ല, എന്ത് ഇല്ല, എന്ത് ഇല്ല. അതേപോലെ തന്നെ ബിഹിമാക്കാന ബിഹിയക്കൂനി, എന്ത് എന്ത് പറയുന്ന ഇത്, ഇങ്ങനെ സംശയിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട മോർലക്കാരോട് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദില്ലേ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവര് അതേപോലെ അതിന്റെ മുൻഗാമികളായ ബഹുമാനപ്പെട്ട കുതുബിതങ്ങളും ബഹുമാനപ്പെട്ട ശംസുലുലമയും മഹാന്മാരായ താജുലുലമയും മഹാന്മാരായ സ്വാലിഹീങ്ങള് ആലിമീങ്ങള് മഹത്തുക്കള് അവരെല്ലാം ഇതിനെ അംഗീകരിച്ചവരാണ് കേട്ടോ. അതേ, നിനക്കതിന്റെ അർത്ഥമറിയുന്നില്ല എങ്കില്, നീ അതിനെ പഠിച്ചിട്ടില്ല എങ്കില്, നിന്റെ മോശം എന്ന് പറയാനല്ലാതെ ഈ റാത്തീബിനെ കുറ്റം പറയേണ്ടതുണ്ടോ? എന്തിനേറെ പറയണം, ഈ ദഫ് മുട്ടുന്നതിനെ കുറിച്ചിട്ട് തന്നെ, ഈ ദഫിനെ കുറിച്ചിട്ട് തന്നെ സുബ്ഹാന ജല്ല ജലാലു കളിയാക്കുന്നവരില്ലേ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളും അതേ അവിടുത്തെ ശിഷ്യന്മാരായ മുരീദുകളും അതാ കഅബയിലേക്ക് ദഫ് മുട്ടിക്കൊണ്ട് അതാ പോകുന്നു. ദഫ് മുട്ടി പോവുകയാണ്. എന്നിട്ട് കഅബ തവാഫ് ചെയ്യുമ്പോ ദഫ് മുട്ടിട്ട് തവാഫ് ചെയ്യുന്നു. മുന്നം ദൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികളെയും ബീടി വേണ്ട എന്നോവർ. മുന്നം ദൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികളെയും ബീതി വേണ്ടെന്ന് ചൊന്നോവർ. ഉടനെ റീഫായി മാതിലുമ്മൾ കുളത്തിയാൻ അപ്പോൾ കഅബൻ തവാഫെന്ന് ചൊന്നോർ. ഇളകി കഅബം തുളങ്കെന്ന് നേരത്തെ ഒളിവർ റീഫായി എന്നല്ലാഹ് വിളിച്ചോവർ. അവിടെന്ന് വെച്ചുകൊണ്ട് കഅബയിലേക്ക് പോകുമ്പോ തന്റെ ശിഷ്യന്മാരെ ഒന്നിച്ചിട്ട് പോകുമ്പോ സുബ്ഹാന ജല്ല ജലാലു ദഫ് മുട്ടുകയാണ്. ഞാനിത് പടുത്ത് ഒരു മാസം മുമ്പ് ദ്വീപിലേക്ക് പോയിരുന്നു. ആ കവരത്തി ദ്വീപില് ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി ആ തങ്ങളുടെ പരിസരത്ത് വെച്ചുകൊണ്ട് സുബ്ഹാന ജല്ല ജലാലു അവിടുന്ന് ദഫ് മുട്ട് നടക്കുകയാണ്. ദഫ് റാത്തീബ് നടക്കുകയാണ്. എത്ര പഴക്കമാണ്! ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ കാലത്ത് തന്നെ തുടങ്ങിയതല്ലേ.
അതേ മുന്നം തൂടി മുട്ടി കബാനെ ചുറ്റുമ്പോൾ മക്കീകൾ ഇമ്പീതി വേണ്ടെന്ന് ചെന്നവർ. അപ്പോഴാണ് അവര് പറയുന്നത്, ഇപ്പരിപാടി ഇവിടെ വേണ്ട, ഈ കാബന്റെ പരിസരത്ത് ഇപ്പരിപാടി വേണ്ട എന്ന് അന്നത്തെ മക്കാര് പറഞ്ഞപ്പോ ശൈഖ് അവർകൾ പറഞ്ഞു, ഉടനെ മാതിലമ്മൾ കൊളുത്തിയാൽ ദഫിനെ എടുത്തിട്ട് അവിടെ കൊളുത്തുന്നു. എന്നിട്ട് കഅബം തവാഫ് ഇതിനെ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവര് അതിന്റെ ബഹുമാനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉടനെ കഅബ ഇളകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നു, ഓ റിഫായി തങ്ങളെ, അവരറിയാതെ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരില്, അവർക്കൊന്നും തിരിയാത്തതിന്റെ പേരിൽ പറഞ്ഞതിന്റെ പേരില് തങ്ങൾ ഇത്തരം അവിടുന്ന് ദേഷ്യപ്പെടണോ? ഫസ്ബിർ സബ്റൻ ജമീല, അവിടുന്ന് സബൂർ ചെയ്തുകൂടെ തങ്ങളെ? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളോട് ബഹുമാനപ്പെട്ട കഅബന്റെ പരിസരത്ത് വെച്ച് റഹ്മാനായ റബ്ബ് അവിടുന്ന് വിളിച്ചു പറയുന്നു. മഹാന്മാരവിടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോ ഈ പരിപാടി, ദഫ് മുട്ടുന്ന പരിപാടി അന്നക്കാലത്ത് ഉണ്ടായതാണ്. അതിനെ സൂചിപ്പിക്കാനാ പറഞ്ഞത്. അപ്പോഴാ ഒരുത്തൻ വന്നിട്ട് ചോദിക്കുന്നതാ, എന്ത് ദഫ്, എന്ത് റാത്തീബ, എന്ത് മൗലീദ്, എന്ത് റിഫായി, എന്ത് മുഹ്യിദ്ദീൻ ശൈഖ, എന്ത് തങ്ങളാ, എന്ത് മൗലൂദ്, എന്തിനാണ് മൂന്നിന്റെ പരിപാടി, എന്തിനാണ് മരിച്ചാലും മൂന്നിന്റെ പരിപാടി? റസൂലിന്റെ കാലത്ത് മൂന്നിന്റെ പരിപാടി 3 കഴിച്ചിനോ? അതേ സഹാബത്ത് 3 കഴിച്ചിനോ? അതേപോലെ തന്നെ 7ന്റെ പരിപാടി, അതേപോലെ തന്നെ കാബൻ മയ്യിത്തിന്റെ അതേപോലെ കബറിനടുത്ത് നിന്നിട്ട് ഓതുന്ന പരിപാടി. ഇതെല്ലാം ഇവര് സുന്നികളാ പൈസക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്ന് അവര് സംശയിപ്പിക്കും. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ, ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങളെ പറയുന്നു, മോനെ അഹ്മദേ, മുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്ന ആളാ വിജയിക്കൂല മോനെ. എന്തിനാ മദ്രസ, എന്തിനാ റാത്തീബ, എന്തിനാ മൗലൂദ്, എന്തിനാ 3, എന്തിനാ 7, എന്തിനാ 40, എന്തിനാ മരിച്ചവരത്തിൽ ഓതുന്നത്, എന്തിനാ പള്ളിക്ക് പെണ്ണുങ്ങൾ പള്ളിക്ക് പോയിക്കൂടെ, അതവിടുന്ന് ഖുത്ബ തിരിയണ്ട, ഇങ്ങനെ വെച്ചിട്ട് സംശയിപ്പിക്കുന്ന വിഭാഗമുണ്ട്. ആ സംശയിപ്പിക്കുന്ന വിഭാഗം വിജയിക്കൂല മോനെ. അപ്പൊ ഒന്നാമത്തത് തിരിഞ്ഞു നോക്കുന്ന ആള് വിജയിക്കൂല, എത്തൂല. രണ്ടാമത്തത് അവിടെ നിന്ന് സംശയിപ്പിക്കുന്ന ആള്, ഡൗട്ട് ഉണ്ടാക്കുന്ന ആള്. പാവങ്ങള് ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് പഠിപ്പിച്ചതാണ് ദീൻ ഇവിടെ. അതേപോലെ തന്നെ മഹാന്മാരായ ആലിമികൾ, അതിന്റെ ശേഷമുള്ള പല പണ്ഡിതന്മാർ അവരെ പഠിപ്പിച്ച ദീന്. ബഹുമാനപ്പെട്ട തജ്ബത്ത് ഉസ്താദ്, അതേപോലെ തന്നെ കഞ്ഞത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട ഉള്ളാളും തങ്ങളും മഹാന്മാരായ ആലിമീങ്ങളൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന്. അതൊന്നും വേണ്ട. എന്തിനാ ഈ 40, എന്തിനാണ് 7, എന്തിനാ മൗലൂദ്, എന്തിനാ റാത്തീബ് എന്നിട്ട് സംശയമുണ്ടാക്കുന്ന വിഭാഗം അവർ വിജയിക്കൂല മോനെ. മതിയാ. എന്നിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങള്, ആ തങ്ങളുടെ ഉസ്താദായ അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങള് ഇപ്പരിപാടി നിർത്തുന്നില്ല, പിന്നെയും പറഞ്ഞു കൊടുത്തു ഉപദേശം. വമല്ലം യഅരിഫ് നഖ്സ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. സമയത്തിന്റെ വില അറിയാതെ, സമയം വെറുതെ കളയുന്നവനില്ലേ, അവന്റെ മുഴുവനും നഷ്ടപ്പെട്ടു പോയത് തന്നെ. അതായത്
SLC പഠിക്കുന്ന കുട്ടികളാകട്ടെ, മുത്തഅല്ലിമീങ്ങളാകട്ടെ, മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാകട്ടെ, മുദരിസന്മാരാകട്ടെ, ആരുമാകട്ടെ, അവിടുന്ന് സമയത്തിന്റെ വില സൂക്ഷിക്കാതെ, അവിടുന്ന് സമയത്തിനെ വെറുതെയായിട്ട് വാട്സപ്പ്, അതേപോലെ തന്നെ യൂട്യൂബിൻ്റെയും, അതേ യൂട്യൂബ് നോക്കണ്ട എന്നല്ല പറഞ്ഞത്, വാട്സപ്പ് കാണണ്ട എന്നല്ല പറഞ്ഞത്, അതിലെന്നെ സമയങ്ങൾ അനാവശ്യമായിട്ട് ഒരു പ്രയോജനവും ദീനിനിക്കും ദുനിയാവിനിക്കുമില്ലാതെ, ഒന്നിരിക്കലോ ദീനിനിക്കൊരു പ്രയോജനവുമില്ല, ദുനിയാവിനൊരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ലാതെ സമയങ്ങൾ ഇങ്ങനെ കളയുന്നവരില്ലേ. فمن لم يعرف نقص اوقاته كل اوقاته نقص, അവന്റെ മുഴുവനും നഷ്ടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കേട്ടിട്ട് ഉടനെ പറയാൻ തുടങ്ങി, മുൽതഫിത്തുൽ ലാ യസിൽ മുശക്കിക്കുൽ ലാ യുഫ്ലിഹ് വമൻ ലം യഅരിഫ് നഖ്സ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. ഇങ്ങനെ പറഞ്ഞ് ദിവസവും ഇതിനെ പറഞ്ഞു നടക്കുന്നു, അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുന്നത്. തപ്പാതെ അബ്ദുൽ മലിക്കിൽ ഖസൂറൂനി തങ്ങള് ഓരോ ചെല്ലാൽ ഒരാണ്ട് പാർത്തോവർ. അവിടുന്ന് ശൈഖ് പറഞ്ഞ ഉപദേശമാണ്, മുൽതഫിത്തുൽ ലാ യസിൽ മുശക്കിക്കുൽ ലാ യുഫ്ലിഹ് വമൻ ലം യഅരിഫ് നഖ്സ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. ഇതവിടെ നിങ്ങനെ ബഹുമാനപ്പെട്ടവര് ഉരിയാടിക്കൊണ്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ടവര് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട ശൈഖിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അതാ പറയുന്നു, മോനെ അഹ്മദേ, മോനെ അഹ്മദേ, മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബാഇ വൽ ഇല്ലത ബിൽ അതിബാഇ والجفاء بالأحباء. മോനെ അഹ്മദേ, മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബാ, വിവരമുള്ള ആലിമീങ്ങള് അവര് മോശം ചെയ്താൽ, അവര് തന്നെ മോശം ചെയ്താൽ, അതേ വിവരമുള്ള നാട്ടിന്റെ പ്രമാണിമാര്, നേതാക്കള്, അതേ ബുദ്ധിയുള്ളവര് അവര് തന്നെ വിവരക്കേട് ചെയ്താൽ മോശമല്ലേ അഹ്മദേ? അതേ ആലിമീങ്ങളാണ് ദീന് പറയേണ്ടത്. അവിടുന്ന് നാട്ടുകാരായ കമ്മിറ്റി അംഗങ്ങള്, അതേപോലെ തന്നെ നാട്ടുപ്രമാണിമാര്, വിവരമില്ലാത്തവര് ആലിമീങ്ങൾക്ക് വിവരം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ അത് മോശമല്ലേ? അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിപ്പോയി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവർ പല പല സ്ഥലങ്ങളിൽ പല പള്ളികളും അതേപോലെ തന്നെ പല മദ്രസകളും, അതിനൊക്കെ വർണ്ണിക്കാൻ ഇപ്പൊ സമയമില്ല. അത് ഇൻഷാ അല്ലാഹ് അനുഭവിച്ചവർ തന്നെ, അത് കേട്ടനുഭവിച്ചവരും മനസ്സിലാക്കിയവരാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ.
അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ആ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാക്കട്ടെ. ഇങ്ങനെയുള്ള മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാക്കട്ടെ. ഇനിയും അവർക്ക് ഹിമ്മത്ത് അല്ലാഹു ഏറ്റി കൊടുക്കുമാറാക്കട്ടെ. അതേപോലെ തന്നെ അവർക്ക് സഹകരിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ഏറ്റി കൊടുക്കുമാറാക്കട്ടെ എന്നാണ് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഒന്ന് പറഞ്ഞത് മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബാഇ വൽ ഇല്ലത ബിൽ അതിബ്ബാ. ഡോക്ടർമാർക്ക് രോഗം പിടിച്ചാൽ അത് വലിയ മോശമല്ലേ അഹ്മദേ? കാരണം നമ്മളിപ്പോ വയറുവേദന പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഛർദി പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തലവേദന പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ജാർലക്കട്ട പോവുകയാണ്, അല്ലെങ്കിൽ നിട്ടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കണിച്ചോറിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ തൊക്കോട്ട് നേതാജിയിലേക്കോ അല്ലെങ്കിൽ സഹാറയിലേക്ക് പോവാണ്. ആ സമയത്ത് നമ്മൾ രോഗം കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾക്ക് ഡോക്ടർ ഛർദിച്ചുകൊണ്ടുണ്ട്, മറ്റൊരു ഡോക്ടർ തലക്ക് കൈവച്ചിട്ടുണ്ട്, മറ്റൊരാൾ നെഞ്ഞിലേക്ക് കൈവച്ചിട്ടുണ്ട്, മറ്റൊരാൾ പള്ളക്ക് കൈവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡോക്ടർമാർക്ക് തന്നെ രോഗം പിടിച്ചാൽ വളരെ മോശമല്ലേ? അതാണ് ആലിമീങ്ങൾ. അവര് ദീന് പറയേണ്ട ആൾക്കാരാണ്. അവര് തോന്നിയാസങ്ങൾ പറയാൻ തുടങ്ങിയാൽ അവര് കാലത്തിനൊത്തിച്ച്, അതേപോലെ തന്നെ ജനങ്ങൾക്കൊത്തിച്ച് മസല പറയാനും തുടങ്ങിയാൽ, അതേപോലെ രാഷ്ട്രീയക്കാരുടെയും നേതാക്കളുടെയും നിയന്ത്രണത്തിലേക്ക് ഒത്തിച്ച് ആലിമീങ്ങൾ തുടങ്ങിയാൽ മോശമല്ലേ അഹ്മദേ? വൽ ഇല്ലത ബിൽ അതിബ്ബാഇ വൽ ജഫാഅ ബിൽ അഹിബ്ബാ. പരസ്പരം സ്നേഹത്തിൽ കഴിയേണ്ടവർ, പരസ്പരം യോജിപ്പിൽ കഴിയേണ്ടവർ, പരസ്പരം രഞ്ജിപ്പോടുകൂടെ താമസിക്കേണ്ടവർ, നീങ്ങേണ്ടവർ, അവര് കാണുമ്പോൾ മിണ്ടാത്ത ഒരവസ്ഥ, തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ, അവിടെ നിന്ന് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ചൊടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, ഇത് മോശമല്ലേ അഹ്മദേ? അതാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഷെയ്ഖ് പറഞ്ഞ ഉപദേശം. ഈ തപ്പാതെ അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി തങ്ങൾ ഒരു ചെല്ലാൾ ഒരാണ്ട് പാർത്തോർ അവണ്ണമല്ലാടടുപ്പാൻ കരുതിറ്റ് മൂവാണ്ട് കാലം ചുറ്റി നടന്നോവർ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് സ്നേഹമാണ്, അതേപോലെ തന്നെ യോജിപ്പാണ്. എല്ലാ വിഭാഗത്തിനോടും, മൃഗങ്ങളോടും, പക്ഷികളോടും, അതേപോലെ തന്നെ കൊതുകുകളോടും, എല്ലാ സാധനത്തിനോടും കാരുണ്യത്തോടു കൂടെ പെരുമാറാനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പഠിപ്പിച്ചത്. ആ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ദുആ മാത്രമല്ല നല്ല ഉപദേശങ്ങളൊക്കെ ചെയ്യുന്ന, നല്ല മനസ്സ് തട്ടുന്ന ഉപദേശങ്ങളാണ് ബഹുമാനപ്പെട്ടവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പരിപാടികളും വല്ലാത്തൊരു സന്തോഷമുണ്ട്. പല സ്ഥലത്തും ആ പദ്ധതി ആവിഷ്കരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവനിക്ക് ഇനിയും അല്ലാഹു തൗഫീഖും ഹിമ്മത്തും ഏറ്റി കൊടുക്കുമാറാക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആഖിബത്ത് വളരെ നന്നായി കാണാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാക്കട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാക്കട്ടെ. ഇതിനെ പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.